ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളിവിടെ പ്രെസ്റ്റൺ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള ഒരു മാർക്കറ്റാണ്. നമ്മുടെ നാട്ടിലെ ചന്ത പോലെയൊക്കെ ഉള്ളൊരു സ്ഥലം. ദിയായുണ്ട്, റിച്ചപ്പു ഉണ്ട്, ജസ്റ്റാപ്പയുണ്ട്. ഇങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഞങ്ങളിന്ന് ശനിയാഴ്ചയാണ് വന്നത്. ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു പ്ലാനിലല്ല വന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് എടുത്ത് ക്ലിയർ ആയിട്ടൊക്കെ കാണിക്കാം കേട്ടോ. ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ എല്ലാവരെയും ഒന്ന് കാണിച്ചേക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞെന്നാൽ ഒരു 3 സെക്ഷനായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. അതായത് ഫിഷും മീറ്റും ഒക്കെയുള്ള ഒരു സെക്ഷനുണ്ട്, പിന്നെ വെജിറ്റബിൾസിൻ്റെ ഒരു സെക്ഷനുണ്ട്, പിന്നെ ഫുഡ് കോർട്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. നമുക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, എല്ലാം പല വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, ടർക്കി ഉണ്ട്. ഞങ്ങൾ കുറച്ച് ടർക്കി വാങ്ങിച്ചു. ഞങ്ങൾ പല കടകളിലൂടെ കയറി ഇറങ്ങി കേട്ടോ. പല സ്ഥലത്തും പല റേറ്റുകളാണ് കാണിക്കുന്നത്. അങ്ങനെയുണ്ട്. ഇതേ നാട്ടിലെ പൊട്ടി എന്നൊക്കെ പറയില്ലേ, അത്. അങ്ങനെ ഞങ്ങളതും കുറച്ച് വാങ്ങിച്ചു, കാരണം കണ്ടപ്പോൾ ഒരു കൊതിയേ. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ പല കടകളിൽ കൂടി കയറി ഇറങ്ങി നമുക്ക് പറ്റുന്ന രീതിയിൽ ലാഭകരമാണെന്ന് തോന്നിയിടത്ത് നിന്ന് വാങ്ങിച്ചു. കുറച്ച് മീനും വാങ്ങിച്ചു. എൻ്റെ നമ്മുടെ നാട്ടിലെ ചക്കപ്പഴം കൂടെ കൊതി പിടിക്കുന്നു. അതെന്താണോ തേങ്ങ എന്തോ ചക്കപ്പഴം ഇരിക്കുന്നതുണ്ടോ? ഇത്രയും ചക്കപ്പഴത്തിന് വില കണ്ടോ? ചേച്ചിക്ക് ചക്കപ്പഴം കണ്ടിട്ട് കൊതി കിട്ടുന്നു. ചക്കപ്പഴം വേണോ? എനിക്ക് ചക്കപ്പഴം അവിടെ ചക്കക്കുരു ഉണ്ട് കേട്ടോ. ചക്കക്കുരു എനിക്ക് അപ്പോഴോട് ചോദിച്ചിട്ട് കോക്കനട്ടും വേണ്ടോ? കോക്കനട്ട് നമുക്ക് അത് മേടിച്ചാൽ പൊട്ടിക്കാൻ പാടാം. പവയ്ക്ക് അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. വെണ്ടയ്ക്ക കണ്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഇതൊന്നതാ റിച്ച് കണ്ടോ. ഓ, നല്ല കപ്പളങ്ങ. വലിയ ഓറഞ്ച്. ഞങ്ങൾ അങ്ങനെ സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാനുള്ള പരിപാടിയിൽ കുറച്ചൊക്കെ വാങ്ങിച്ചു. ഇനി ബാക്കി അവൻ്റെ സ്പൂണും കൊണ്ട് അപ്പായി പോയത് തിരിച്ചുകൊണ്ട്. വന്നപ്പോൾ മുതൽ ഞങ്ങളുടെ ചേച്ചിയും റിച്ചപ്പിനും ദിയ അല്ല കേട്ടോ, റിച്ചർഡിനായിരുന്നു ഇതേ റൈഡേ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വന്നപ്പം മുതൽ അതിൻ്റെ പേര് കരഞ്ഞുകൊണ്ടാണ് എന്നേലും പോകുമ്പോഴെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം, കയറ്റിയേക്കാം നോക്കണം. അപ്പോൾ നമ്മുടെ റിച്ചർഡിനെ റൈഡിലൊക്കെ കയറ്റി അവൻ്റെ സങ്കടമൊക്കെ മാറ്റി ഞങ്ങൾ പതുക്കെ ഷോപ്പിങ്ങൊക്കെ നിർത്തി വീട്ടിലേക്ക് പോവുകയാണ്. അത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ബൈ.